നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതായിരിക്കും. നമ്മുടെ കോട്ടയത്തുണ്ടായ ചില കുണ്ടന്മാരായ ഗുണ്ടന്മാരെന്നോ അല്ലെങ്കിൽ ഗുണ്ടകളെന്നോ വിളിക്കാൻ പറ്റത്തില്ല, കുണ്ടന്മാരായ കുറച്ച് പയ്യന്മാരെന്നൊക്കെ വേണമെങ്കിൽ ഇവന്മാരെ പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവന്മാരുടെ ഒരു ജെൻഡർ അതായതുകൊണ്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ക്രിമിനലുകൾ ഈ ന്യൂസിലൊക്കെ ഞാനിപ്പോൾ കണ്ടു, അത് 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കൊടും ക്രിമിനലുകൾ എന്ന് തന്നെ ഇവന്മാരെ വിളിക്കാം. കുറ്റവാളികൾ തന്നെയാണ് ഇവന്മാർ. അതായത് ഒരു പയ്യന്മാരെ പിടിച്ചങ്ങോട്ട് കിടത്തിയിട്ട് പുറത്ത് കോമ്പസും മറ്റുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ വായിൽ ഇവർക്ക് എന്താ പറയുക കെമിക്കലായിട്ടുള്ള ഹാൻഡ് വാഷ് അതേപോലെയുള്ള പല ക്രീമുകൾ വായിൽ ഒഴിക്കുന്നു. എന്നിട്ട് അവരുടെ മുറിവിൽ ഇത് ഒഴിക്കുന്നു. ചോര വരുന്ന കാണുമ്പോൾ അതിലേക്ക് സാധനങ്ങൾ ഒഴിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാർ വെറും ക്രിമിനലുകളാണ്, പക്ക സൈക്കോകളാണ് ഇവന്മാരൊക്കെ. ഈ കോട്ടയത്തൊക്കെ ഇങ്ങനത്തെ ഇവന്മാരുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കോട്ടയത്ത് വലിയൊരു ഗുണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവന്മാരായിരിക്കും, അതും നഴ്സിംഗ് കോളേജിൽ. ഇവന്മാരൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇവന്മാരൊക്കെ പോയി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഇവന്മാർ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ അവസ്ഥ